ഇൻ ദി എൻഡ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സെയിൽസ് ആണ്. പക്ഷേ പലരും നമ്മൾ കണ്ടിട്ട് വന്നിട്ടുള്ളത് ആദ്യമേ പോയി ഒരാളെ എടുക്കും, എന്നിട്ട് അവനോട് സെല്ല് ചെയ്യാൻ പറയും, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതൊരു റൈറ്റ് അപ്രോച്ച് അല്ല. പക്ഷേ അത് റൈറ്റ് അപ്രോച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റൈറ്റ് അപ്രോച്ച്, എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? അതായത് ഒരു പ്രോസസ് ഫ്ലോ ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ഒരു സെയിൽസ് ടീമിനെ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ബിൽഡ് ചെയ്യണം നമുക്കറിയാം. പക്ഷേ ആ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സംരംഭം തന്നെ എങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ സെയിൽസ് ഓറിയന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ അതിലൂടെ ഒരു നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ദ ഫസ്റ്റ് തിങ് ഈസ് അവർക്കൊരു നല്ല പ്രൊഡക്റ്റ് വേണം അല്ലേ? നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതില്ലാണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ 4 P's ഓഫ് മാർക്കറ്റിംഗിൽ പഠിച്ചിരിക്കുന്ന പോലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെലവെന്റ്. അപ്പോൾ പ്രൊഡക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഞാൻ വിൽക്കാൻ പോകുന്നത്, വാട്ട് ഐ എം ഗോയിങ് ടു സെൽ, ദാറ്റ് ആൻസർ ഈസ് എ പ്രൊഡക്റ്റ് അല്ലേ? അല്ലെ, ആൻസർ ഈസ് എ സർവീസ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് എന്ന് ആദ്യം ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആള് മനസ്സിലാക്കണം. അതല്ലാതെ എന്റെ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്, എന്റെ പ്രൊഡക്റ്റ് വളരെ മികച്ചതാണ്, ലോകത്ത് എവിടെയും ഇല്ലാത്ത ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുകൊണ്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്റെ പ്രൊഡക്റ്റിന് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ പരിഹരിക്കാനും കഴിയുമോ ഇല്ലയോ എന്ന് വ്യക്തമായ ധാരണ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ട ഒരു കാര്യമാണ്.